ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോയിലേക്കാണ് മിസ് പോകാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ഫോട്ടോസിന്തസിസ് ആൻഡ് ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഫോട്ടോസിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ പാറ്റേൺ ചേഞ്ചും നമ്മുടെ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് മിസ് പറയുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോസിന്തസിസ് ആൻഡ് ഹയർ പ്ലാന്റ്സിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ ആ ഒരു കെമിക്കൽ ഇക്വേഷനാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്കറിയാം. നമുക്ക് 6 കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, 6 കാർബൺ ഡൈ ഓക്സൈഡ് 12H2O. നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? 6O2 പ്ലസ് 6H2O gives C6H12O6. ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അത്യാവശ്യമാണ്. നമുക്ക് വെള്ളം പിന്നെ ഒഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് നേരിട്ട് എവിഡൻസ് കാണാൻ പറ്റുന്ന, വെള്ളം ഒഴിച്ചില്ലേ ചെടി വാടിപ്പോവും. നമ്മൾ ലൈറ്റ് അല്ലേ, ലൈറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ്സിലൂടെ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ടോ, ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ ഓക്സിജൻ റിലീസ് ഉണ്ടാവുന്നുണ്ടോ, ഈ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം, ഈ കാര്യങ്ങളെല്ലാം എക്സ്പെരിമെൻറ്റ്സ് വഴി പ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്. അതൊക്കെ നമ്മളിവിടെ നോക്കും. ഓക്കെ, സോ ഫസ്റ്റത്തെ കാര്യമാണ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറോഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുക്കുന്നത്? ഒന്നെങ്കിൽ ഒരു വെരിഗേറ്റഡ് ലീഫ് എടുക്കുക, അല്ലെങ്കിൽ പാർഷ്യലി കവേർഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ലീഫിനെ പാർഷ്യലി നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ലീഫ് എടുക്കുക. അപ്പം മിസ് ഇവിടെ തൽക്കാലം എടുക്കുന്നത് നമ്മുടെ എക്സ്പെരിമെൻറ്റ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് വെരിഗേറ്റഡ് ലീഫാണ്. അതായത് മിസ് ഇവിടെ ഒരു ലീഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെന്താണ്, ചില ഭാഗത്ത് മാത്രമാണ് എന്തുണ്ടാവുക, നമ്മുടെ ഗ്രീൻ കളർ ഉണ്ടാവുക, ചില ഭാഗത്ത് എന്തുണ്ടാവില്ല, ഗ്രീൻ കളർ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ലീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, വെരിഗേറ്റഡ് ലീഫ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ലീഫ് എടുത്തിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യുകയാണ്, സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുകയാണ്, അയഡിൻ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അയഡിൻ ടെസ്റ്റ് ചെയ്തപ്പം നമുക്ക് എന്താ മനസ്സിലായതെന്ന് വെച്ചാൽ ഈ ഗ്രീൻ കളറുള്ള ഭാഗം മാത്രമാണ് എന്തായത്, ബ്ലൂ കളറായത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലൂ കളർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അയഡിൻ ഒഴിക്കുമ്പോൾ ആ സ്റ്റാർച്ച് ഉള്ള ഭാഗം എന്തായിട്ട് മാറും, ബ്ലൂ കളറാകും. സ്റ്റാർച്ച് ഇല്ലാത്ത ഭാഗത്ത് അയഡിൻ ഒഴിക്കുമ്പോൾ ബ്ലൂ കളർ ആവില്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ ഗ്രീൻ കളറായിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് ബ്ലൂ കളർ വന്നത്. അതായത് അവിടെ മാത്രമാണ് ഫോട്ടോസിന്തസിസ് നടന്നിട്ട് എന്തുണ്ടായത്, നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഗ്ലൂക്കോസിനെ പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ്. അതാണ് നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്തപ്പം ഈ ഗ്രീൻ കളറുള്ള ഭാഗം മാത്രം എന്തായത്, ബ്ലൂ കളറായത്. അതായത് ഇവിടെ മാത്രമേ എന്ത് നടന്നിട്ടുള്ളൂ, ഫോട്ടോസിന്തസിസ് നടന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം, ക്ലോറോഫിൽ ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല എന്ന് മനസ്സിലാക്കാം. അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തത് നമുക്ക് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇത് ചിലപ്പോൾ നമ്മുടെ CBSEയിലൊക്കെ ക്ലാസ് 10 CBSE പഠിച്ച മക്കൾക്ക് ഇത് നിങ്ങൾക്ക് 10th പഠിക്കാനുണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോട്ടഡ് പ്ലാന്റ് എടുക്കുന്നു. അതായത് നമ്മൾ കുഴിച്ചിട്ട് 2 ചെടികൾ എടുക്കുക. ഓക്കെ, അപ്പോൾ മിസ് 2 പോട്ടഡ് പ്ലാന്റിനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാ അതേപോലെ ഇവിടെ വേറൊരു പ്ലാന്റ്. റെഡി? ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ലീഫിന് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു KOH ഉള്ള ഒരു പ്ലാസ്റ്റിക് കവറിലോ എന്തെങ്കിലും ഒരു ഷീറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്യുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കംപ്ലീറ്റ് പ്ലാന്റിനെ എന്ത് ചെയ്യാം, ഈ കംപ്ലീറ്റ് പ്ലാന്റിനെ മൂടി വെക്കാം. ഇതിനകത്ത് നമുക്ക് KOH ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ മൂടി വെച്ചു, ലൈറ്റിൽ തന്നെയാണ് ഈ സെറ്റപ്പ് വെച്ചത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ എന്ത് വെച്ചില്ല, KOH വെച്ചില്ല. അപ്പോൾ എന്താണ് ഈ ഒരു KOHൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KOH കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. അതായത് ഈ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് എത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നോ അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യും, KOH അബ്സോർബ് ചെയ്യും. ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പക്ഷേ അത് അബ്സോർബ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അത് ആർക്ക് കിട്ടും, പ്ലാന്റ്സിന് കിട്ടും. ഓക്കെ, അവർ ലൈറ്റിൻ്റെ സെറ്റപ്പിലൊക്കെയാണ് വെച്ചത്. എന്നിട്ട് നമ്മൾ ഈ 2 ലീവ്സും പ്ലക്ക് ചെയ്തു. ഈ 2 ലീവ്സും പ്ലക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലെന്തില്ല, എയിൽ അതായത് KOH വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ബ്ലൂ കളർ വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇവിടെ നോ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നോ ഫോട്ടോസിന്തസിസ് അല്ലേ. ആൻഡ് ഇവിടെ നമുക്ക് ബ്ലൂ കളറായി, കാരണം അവിടെ ഫോട്ടോസിന്തസിസ് നടന്നു. ആൻഡ് അതേപോലെ തന്നെ ഗ്ലൂക്കോസ് ഉണ്ടായി, ഗ്ലൂക്കോസിനെ അവർ സ്റ്റാർച്ചാക്കി മാറ്റി. അതുകൊണ്ടാണ് അയഡിൻ ഒഴിച്ച സമയത്ത് നമുക്ക് ബ്ലൂ കളർ കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇതുണ്ടോ, KOH ഉള്ള ഒരു പാത്രത്തിനകത്ത് നമ്മൾ ലീഫ് മുക്കി വെച്ചാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മതി കേട്ടോ. ഇത് ഇങ്ങനൊരു ലീഫ് എടുക്കുക. ഓക്കെ, ആ ലീഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ
പകുതി ഭാഗത്ത് ലീഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, KOH ഉള്ള ഒരു കുപ്പീൻ്റെ അകത്തേക്ക് നമ്മൾ മുക്കി വെക്കുന്നു. അപ്പോൾ ഈ പകുതി ഭാഗത്ത് എന്നിട്ട് ഈ സെറ്റപ്പിനെ നമ്മൾ സൺലൈറ്റിൽ വെക്കുന്നു. അങ്ങനെ സൺലൈറ്റിൽ വെക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഈ ഭാഗത്തിലുള്ള ലീഫിലുള്ള ഭാഗത്തിനൊന്നും തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടൂല. കാരണം കംപ്ലീറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് KOH അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഭാഗത്ത് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഈ ലീഫിനെ നമ്മൾ പ്ലക്ക് ചെയ്തിട്ട് എന്ത് നടത്തി നോക്കി, നമ്മൾ ആ ഒരു സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തി നോക്കിയപ്പം ഇവിടെ എന്തായിട്ടുണ്ട്, ഇവിടെ നമുക്ക് ബ്ലൂ കളർ കിട്ടി. പക്ഷേ ഇവിടെയാണെങ്കിലോ നോ ബ്ലൂ കളർ. അതിന് കാരണം എന്താണ്, ഇവിടെ നോ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് നടന്നിട്ടില്ല, ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ല നമുക്ക് പറയാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ജോസഫ് പ്രീസ്ലിയുടെ ബെൽ ജാർ എക്സ്പെരിമെൻ്റ് എന്നാണ് ഇതിനെ പറയാം. എന്തുകൊണ്ടാണ് ബെൽ ജാർ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഒരു ബെല്ലിൻ്റെ ഷേപ്പിലുള്ള ഒരു ജാറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ജോസഫ് പ്രീസ്ലി ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു എലിക്കുഞ്ഞിനെയും അതേപോലെ കത്തി നിൽക്കുന്ന ഒരു മെഴുകുതിരിനെ എടുത്തു. എന്നിട്ട് അതിനൊരു ബെൽ ജാർ വെച്ച് മൂടി. അപ്പോൾ നമ്മളിതിനെ മൂടുന്ന സമയത്ത് എലിക്കുഞ്ഞിന് ജീവനുണ്ട്. ഈ ഒരു നമ്മുടെ ക്യാൻഡിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ സംഭവം, നമ്മുടെ എലി ചത്തുപോയി, ക്യാൻഡിൽ കെട്ടുപോയി. അപ്പോൾ നമ്മുടെ ജോസഫ് പ്രീസ്ലി എന്ത് പറഞ്ഞു, ഈ രണ്ടാൾക്കാർ, അതായത് നമ്മുടെ ഈ ഒരു എലിയും അതേപോലെ തന്നെ ക്യാൻഡിലും ഇവിടെയുള്ള എയറിനെ എന്താക്കി മാറ്റുന്നുണ്ട്, ഫൗൾ എയർ ആക്കി മാറ്റുന്നുണ്ട്. അതായത് എയറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ രണ്ടുപേരും എയറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നുണ്ട്, അത് കാരണമാണ് ഇവർ ചത്തുപോയതെന്നും പറഞ്ഞു. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ഓക്സിജൻ എടുക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരും കത്താൻ വേണ്ടി ഓക്സിജൻ എടുക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കെട്ടുകയെന്ന് നമുക്കിപ്പോൾ അറിയാം, പക്ഷെ അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് ജോസഫ് പ്രീസ്ലി ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഇവരെന്തോ ചെയ്യുന്നുണ്ട്, അല്ല ഇവരുടെ ശരീരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന എന്തോ റിയാക്ഷനാണ് എയറിനെ ഫൗൾ എയറാക്കി മാറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമതായിട്ട് ജോസഫ് പ്രീസ്ലി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സെയിം നമ്മുടെ എലിക്കുഞ്ഞിനെയും എടുത്തു, കത്തി നിൽക്കുന്ന മെഴുകുതിരിയെ എടുത്തു, ആൻഡ് അതിൻ്റെ കൂടെ എടുത്തു, ഒരു മിൻറ്റ് പ്ലാന്റ് കൂടി എടുത്തു. മിൻറ്റ് പ്ലാന്റ്, ഓക്കെ, മിൻറ്റ് പ്ലാന്റും കൂടെ വെച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം എലിക്കുഞ്ഞ് ചത്തിട്ടുമില്ല, നമ്മുടെ മെഴുകുതിരി കെട്ടിട്ടുമില്ല. അപ്പോൾ ജോസഫ് പ്രീസ്ലി എന്ത് പറഞ്ഞു, ഇവർ രണ്ടുപേരും നമ്മുടെ എയറിനെ നേരത്തെ ഫൗൾ എയർ ആക്കി മാറ്റി. ആ എയറിനെ ആര് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്ലാന്റ്സ് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ജീവിച്ച് നിൽക്കുന്നതും ഈ ഒരു മെഴുകുതിരി കെടാത്തതും എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ജോസഫ് പ്രീസ്ലിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻ. പ്ലാന്റ്സ് റെസ്റ്റോർ ടു ദ എയർ വാട്ട് എവർ ദ ബേണിംഗ് ക്യാൻഡിൽ ആൻഡ് ആനിമൽ റിമൂവ്. നമ്മുടെ ആ ഒരു ആനിമലും ആ കത്തി നിൽക്കുന്ന മെഴുകുതിരി ബേണിംഗ് ക്യാൻഡിലും റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു എയർ ക്വാളിറ്റി പ്ലാന്റ്സ് റിസ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ കത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് മനസ്സിലായി എന്താണ്, പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഓക്സിജനാണ് ഇവരിങ്ങനെ ജീവനോടെ നിർത്തിയതും ഈ മെഴുകുതിരിനെ കത്തിച്ച് നിർത്തിയതും. ഇവർ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആര് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതാണ് ജോസഫ് പ്രീസ്ലിൻ്റെ ബെൽ ജാർ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളാണ് ജാൻ ഇഞ്ചൻഹോസ്. അപ്പോൾ ജാൻ ഇഞ്ചൻഹോസ് നമ്മുടെ ഈ ഒരു ജോസഫ് പ്രീസ്ലിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇല്ലേ, ആ എക്സ്പെരിമെൻ്റ് തന്നെ ലൈറ്റിൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും കണ്ടക്ട് ചെയ്തു. അതായത് ജാൻ ഇഞ്ചൻഹോസ് മെയിനായിട്ട് സൺലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ഫോട്ടോസിന്തസിസിന് സൺലൈറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇതേ സെയിം ബെൽ ജാർ എക്സ്പെരിമെൻറ്റ് നമ്മുടെ ജോസഫ് പ്രീസ്ലി എന്താ പറഞ്ഞത്, ജോസഫ് പ്രീസ്ലി പറഞ്ഞു മിൻറ്റ് പ്ലാന്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എലിക്കുഞ്ഞ് ചത്തുപോകില്ല, മെഴുകുതിരി കെട്ടുപോകില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഡാർക്ക്നെസ്സിൽ ഈ റിയാക്ഷൻ നടത്തിയപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ മെഴുകുതിരി കെട്ടുപോയി. പക്ഷേ സെയിം എക്സ്പെരിമെൻറ്റ് സൺലൈറ്റിൽ വെച്ചപ്പോഴെന്താണ്, മെഴുകുതിരി കെടാതെ നിന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മെഴുകുതിരി ഇങ്ങനെ കത്തി നിൽക്കുന്നത് കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പ്ലാന്റ്സ് റെസ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എപ്പോൾ മാത്രമേ നടക്കുള്ളൂ, സൺലൈറ്റിൻ്റെ പ്രസൻസിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അതായത് സൺലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആര് പറഞ്ഞത്, ജാൻ ഇഞ്ചൻഹോസ് പറഞ്ഞത്. ബെൽ ജാർ എക്സ്പെരിമെൻറ്റ് ഇൻ ദ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് കണ്ടക്ട് ചെയ്തു. ആൻഡ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ പ്ലാന്റ്സിന് ആ ഒരു ഫൗൾ എയറിനെ മാറ്റിയിട്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ അക്വാട്ടിക് പ്ലാന്റിനെ എടുത്ത് നടത്തിയത്. അതായത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു അക്വാട്ടിക് പ്ലാന്റ് എടുത്തു.
അതിനിവിടെ വെച്ചു, അതിനെ നമ്മൾ വെള്ളത്തിലിട്ടു, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഫണൽ കമഴ്ത്തി വെച്ചു, ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബും വെച്ചു. എന്നിട്ട് ഈ ഒരു സെറ്റപ്പ് സൺലൈറ്റിൽ വെച്ച സമയത്ത് അദ്ദേഹം എന്താ കണ്ടത്? ഇവിടെ കുറേ എയർ ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു എക്വാട്ടിക് പ്ലാന്റ്സ് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്തോ ബബിൾസ് റിലീസ് ചെയ്യുന്നുണ്ട്, എന്തോ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് എന്ത് ഗ്യാസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്സിനൊക്കെ ശേഷമാണ് നമ്മൾ ഓക്സിജൻ കണ്ടുപിടിക്കുന്നത്. അതായത് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നതെന്ന് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അന്ന് അദ്ദേഹം ഇത്രയാണ് പറഞ്ഞത്, പ്ലാന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? എയർ ബബിൾസ് റിലീസ് ചെയ്യുന്നുണ്ട് ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ജാൻ ഇഞ്ചൻഹോസിൻ്റെ എക്സ്പെരിമെൻറ്റ്. അടുത്തതാണ് ജൂലിയസ് വോൺ സാഷ്. ജൂലിയസ് വോൺ സാഷ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ്, അതായത് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഓക്കെ, ആൻഡ് ഈ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ഗ്രീൻ പാർട്സിൽ മാത്രമേ നടക്കുള്ളൂ. അതായത് എല്ലാ ഭാഗത്തും, എല്ലാ ഗ്രീൻ കളറുള്ള ഭാഗങ്ങളിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് നടക്കുന്നത് ചില സ്പെഷ്യൽ ബോഡീസിലാണെന്നും പറഞ്ഞു. അതായത് ഈ ഗ്രീൻ പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? ചില സ്പെഷ്യൽ ബോഡീസിലാണെന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞ ആ സ്പെഷ്യൽ ബോഡീസ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ ജൂലിയസ് വോൺ സാഷിൻ്റെ കണ്ടുപിടുത്തം. ഇനി അടുത്ത ആളാണ് നമ്മുടെ TW എങ്കിൾമാൻ. TW എങ്കിൾമാൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വേവ് ലെങ്ത്തിലാണ്, ലൈറ്റിന് പല വേവ് ലെങ്ത് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഏത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റിലാണ് അല്ലെങ്കിൽ ഏത് കളറിലാണ്, നമുക്ക് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് വിബ്ജിയോർ 7 തരം വർണ്ണങ്ങളുണ്ട് അല്ലേ, അതിൽ ഏത് കളറിലാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സസ്പെൻഷനിൽ നിറയെ എയ്റോബിക് ബാക്ടീരിയ എടുത്തു. അപ്പോൾ എയ്റോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ എയറിൻ്റെ പ്രസൻസിൽ, അതായത് ഓക്സിജൻ്റെ പ്രസൻസിൽ മാത്രമേ അവർ വളരുള്ളൂ. അപ്പോൾ എയ്റോബിക് ബാക്ടീരിയനെ എടുത്തു, അതിനകത്ത് ക്ലാഡോഫോറ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ആൽഗീനെ എടുത്തു. അപ്പോൾ ഗ്രീൻ ആൽഗ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് നടത്തും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രിസം എടുത്തു, ആ പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്തു. അങ്ങനെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ആ പ്രിസത്തിലുള്ള ആ ലൈറ്റ് എന്ത് ചെയ്യും? പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവും അല്ലേ. എന്നിട്ട് നമ്മുടെ ക്ലാഡോഫോറനെ, ആ ഒരു 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ആ ലൈറ്റിനെ നമ്മുടെ ആ ഒരു എയ്റോബിക് ബാക്ടീരിയ ഉള്ള സസ്പെൻഷനിലേക്ക് കൊടുത്തു. അപ്പോൾ അവിടെ നമ്മുടെ ആരൊക്കെയുണ്ട്? ക്ലാഡോഫോറയുണ്ട്, നമ്മുടെ ബാക്ടീരിയ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഈ ബ്ലൂ റീജിയനിലും ഈ റെഡ് റീജിയനിലും എയ്റോബിക് ബാക്ടീരിയ ഇങ്ങനെ കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇവിടെ കൂടുതൽ ഓക്സിജൻ ഉണ്ടായിട്ടുണ്ടാകും. ഇവിടെ കൂടുതൽ ഓക്സിജൻ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇവിടെ കൂടുതൽ എയ്റോബിക് ബാക്ടീരിയ വന്നു നിന്നത്. ഇവിടെ കൂടുതൽ ഓക്സിജൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്? നമ്മുടെ ഈ ഒരു ബ്ലൂ ലൈറ്റ് റീജിയനിലും റെഡ് ലൈറ്റ് റീജിയനിലുമാണ് എന്ത് നടക്കുന്നത്? കൂടുതലായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് വരുന്നത്? ഈ ഒരു ആക്ഷൻ സ്പെക്ട്രം ഫോം ചെയ്യുന്നത്. ഓക്കെ, ആക്ഷൻ സ്പെക്ട്രം, അതായത് നമുക്ക് മനസ്സിലായി ഏത് വേവ് ലെങ്ത്തിലാണ് ഈ ഒരു 350, 400 ആ ഒരു റേഞ്ചിലുള്ള ബ്ലൂ ലൈറ്റിലും അതേപോലെ തന്നെ ഈ റെഡ് ലൈറ്റിലുമാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ആക്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആക്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഏത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റിലാണ് കൂടുതൽ നടക്കുന്നത്, അതിൻ്റെ ബേസിസിൽ നമ്മളൊരു ഗ്രാഫ് ആക്കിയതാണ് ആക്ഷൻ സ്പെക്ട്രം. ഓക്കെ, അപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ആക്ഷൻ സ്പെക്ട്രം കണ്ടുപിടിച്ചു. ആൻഡ് നമ്മൾ വേറൊരു സംഭവം കൂടെ ഉണ്ട്, അതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ഒന്ന് ഇങ്ങോട്ടേ വെക്കട്ടെ. യെസ്, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ, അബ്സോർപ്ഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഏത് പിഗ്മെൻ്റ് ആണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം, നമുക്ക് കുറേ പിഗ്മെൻറ്റ്സ് ഉണ്ട്. ക്ലോറോഫിൽ ബി, കെറോട്ടിനോയിഡ്സ്, ക്ലോറോഫിൽ എ, അങ്ങനെ കുറേ പിഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ഓരോ പിഗ്മെൻറ്റ്സും ഓരോ ടൈപ്പ് ഓഫ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ നോക്കിയത്? നമ്മുടെ ക്ലോറോഫിൽ എ, ഈ ഒരു കളറാണല്ലോ ക്ലോറോഫിൽ എ. അപ്പോൾ ക്ലോറോഫിൽ എനെ നോക്കിയപ്പം ഈ ഒരു റെഡ് ആൻഡ് ബ്ലൂ റീജിയനിലാണ് ക്ലോറോഫിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ക്ലോറോഫിൽ എൻ്റെയും അതേപോലെ തന്നെ ആക്ഷൻ സ്പെക്ട്രത്തിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പം ഈ ഒരു 2 ഗ്രാഫും ഏകദേശം ഒരേപോലെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത് ക്ലോറോഫിൽ എ ആണ് നമ്മുടെ ചീഫ് പിഗ്മെൻ്റ് എന്നുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ ആക്ഷൻ സ്പെക്ട്രവും അതുപോലെ അബ്സോർപ്ഷൻ സ്പെക്ട്രവും. അപ്പം നമ്മുടെ TW എങ്കിൾമാൻ എന്താ ചെയ്തത്? ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തു ഒരു പ്രിസം ഉപയോഗിച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഗ്രീൻ ആൽഗീനെ അതിനകത്തേക്ക് സസ്പെൻഡ് ചെയ്തു, അതാണ് ക്ലാഡോഫോറ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എയ്റോബിക് ബാക്ടീരിയനെ എടുത്തു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ബാക്ടീരിയ എവിടെയാണ്? ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് റീജിയനിലെ ബാക്ടീരിയ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു. അതിനർത്ഥം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടന്നത്. റെഡി? ഇനി നമ്മളെ ലാസ്റ്റത്തെ ആളാണ് നമ്മുടെ
കോൺലിയസ് വാൻ നീൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് ഏകദേശം ഫോട്ടോസിന്തസിസിൻ്റെ ഇക്വേഷൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വെള്ളം വേണം, അത് വെച്ചിട്ട് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു 6 കാർബൺ ഷുഗറിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷനാണ് CH2O. അതേപോലെ ഓക്സിജൻ ഉണ്ട്. ഇങ്ങനെ ഒരു ബേസിക് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോൺലിയസ് വാൻ നീൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മൈക്രോബയോളജിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കുകയായിരുന്നു നമ്മുടെ ഈ മൈക്രോ ബാക്ടീരിയം, അതായത് ബാക്ടീരിയനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്ടീരിയനെ കൂടുതൽ അതിൻ്റെ ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിച്ച സമയത്തിന് അദ്ദേഹത്തിന് അറിയാം ഈ ഗ്രീൻ സൾഫർ ബാക്ടീരിയ, പേർപ്പിൾ സൾഫർ ബാക്ടീരിയ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കെമി ഓസ്മോസിസ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് അവർ നടത്തുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവരുപയോഗിക്കുന്നത് എന്തല്ല, വാട്ടർ അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അതായത് ഹി യൂസ്ഡ് പേർപ്പിൾ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യണം. അങ്ങനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് വേണം. ഓക്കെ, ഒരു ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് വേണം എന്ന് നമുക്ക് മനസ്സിലായി. റെഡി, ആ സ്യൂട്ടബിൾ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് എന്തും ആകാം. റെഡി, അപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ ഗ്രീൻ സൾഫർ ബാക്ടീരിയ വെച്ച് പഠിച്ചപ്പം അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുപയോഗിക്കുന്നത് എന്താണ്, സൾഫർ കോമ്പൗണ്ടാണ്. നമ്മുടെ ഈ ഗ്രീൻ സൾഫർ ബാക്ടീരിയ ഉപയോഗിക്കുന്നത് എന്താണ്, സൾഫർ കോമ്പൗണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. സൾഫർ, അതാണ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ സൾഫർ കോമ്പൗണ്ടാണ് അവർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഈ ഒരു ഓക്സിഡൈസബിൾ കോമ്പൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൾഫറിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താകും, ഹൈഡ്രജനും സൾഫറും ആയിട്ട് മാറും. ഈ ഹൈഡ്രജനാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവുന്ന ഈ സൾഫർ എന്താണ്, റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ചൊരു സിമിലാരിറ്റി എന്തുപോലെ തോന്നി, നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തസിസ് പോലെ തോന്നി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പ്ലാന്റ്സിൽ നോക്കിയ സമയത്ത് അവിടെ എന്തല്ല, അവിടെ എന്താണ്, ഹൈഡ്രജൻ സൾഫൈഡിന് പകരം അവർ ഉപയോഗിക്കുന്ന വാട്ടറാണ്. അപ്പോൾ H2O, കാർബൺ ഡൈ ഓക്സൈഡ്, C6H12O6 + O2 + H2O. ഓക്കെ, പക്ഷേ ഗ്രീൻ സൾഫർ ബാക്ടീരിയയുടെ കാര്യത്തിലാണെങ്കിലോ H2S + കാർബൺ ഡൈ ഓക്സൈഡ്, C6H12O6 + S2 + H2O. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ഈ ഒരു ഓക്സിജൻ എന്ന് പറയുന്നത്, ഈ ഓക്സിജൻ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്ലാന്റ്സിൽ ഓക്സിജൻ റിലീസ് ഉണ്ടാവുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഓക്സിജൻ ആണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോൺലിയസ് വാൻ നീൽ പറഞ്ഞു ഇവിടെ നിന്നാണ് ഓക്സിജൻ റിലീസ് ഉണ്ടാവുന്നതെങ്കിൽ സൾഫർ ബാക്ടീരിയയിലും ഓക്സിജൻ റിലീസ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ സൾഫർ ബാക്ടീരിയയിൽ എന്തില്ല, നോ ഓക്സിജൻ റിലീസ്. അപ്പോൾ ഈ ഓക്സിജൻ വന്നത് എവിടെ നിന്നാണ്, ഈ ഓക്സിജൻ വന്നത് വാട്ടർ സ്പ്ലിറ്റിങ്ങിൻ്റെ ഫലമായിട്ടാണ്. അതെവിടെയാണ് നടക്കുന്നത്, നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു കാര്യം കൂടെ നമ്മളുടെ ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേ നോക്കിക്കേ, അപ്പോൾ അദ്ദേഹം ഗ്രീൻ സൾഫർ ബാക്ടീരിയനെ ഉപയോഗിച്ചു, ഗ്രീൻ പ്ലാന്റ്സിനെ ഉപയോഗിച്ചു. അങ്ങനെ ഫോട്ടോസിന്തസിസിനൊരു ജനറൽ ഫോർമുല കൊണ്ടുവന്നു. അതാണ് 2H2A + കാർബൺ ഡൈ ഓക്സൈഡ് + 2A + CH2O + H2O. അതിൽ ഈ ഒരു ഓക്സിജൻ റിലീസ് എന്ന് പറയുന്നത് വാട്ടർ സ്പ്ലിറ്റിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്, നോട്ട് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളൊരു കൺക്ലൂഷൻ കൂടി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ മക്കളെ, ഓക്സിജൻ ഇവോൾവ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ പ്ലാന്റ്സിൽ. കാരണം ഗ്രീൻ പ്ലാന്റ്സിന് ആ ഒരു ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ മോളിക്യൂളാണ്. പക്ഷേ ആരിലില്ല, പേർപ്പിൾ സൾഫർ ബാക്ടീരിയയിലും ഗ്രീൻ സൾഫർ ബാക്ടീരിയയിലും ഓക്സിജൻ റിലീസ് ഇല്ല. കാരണം അവരുടെ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് H2S ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ അവർ ഓക്സിജനിക് ആവാൻ, ഓക്സിജൻ റിലീസ് ഉണ്ടാവാൻ കാരണം ആരാണ്, ഈ വാട്ടർ മോളിക്യൂളാണ്. അതേപോലെ തന്നെ ഗ്രീൻ സൾഫർ ബാക്ടീരിയയിൽ അവർ അനോക്സിജനിക് ആവാൻ, അനോക്സിജനിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റിലീസ് ഉണ്ടാവാതിരിക്കാൻ കാരണം അവരുപയോഗിക്കുന്നത് ഹൈഡ്രജൻ സൾഫൈഡാണ്. ഇതാണ് നമ്മുടെ കോൺലിയസ് വാൻ നീലിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ്. റെഡി, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ്. എൻ്റെ മക്കൾക്ക് സിമ്പിളായിട്ട് കിട്ടി എന്ന് മിസ് കരുതുന്നു. ഓക്കെ, ആൻഡ് നമ്മുടെ ലൈവ് മറക്കാതിരിക്കുക, ലൈവ് കംപ്ലീറ്റ് ആയിട്ട് കാണാം. റെഡി, ഇന്ന് വൈകിട്ടും നാളെ വൈകിട്ടും ഒക്കെ നമ്മുടെ ലൈവ് ഉണ്ട്. അപ്പോൾ അതൊരു കാരണവശാലും എൻ്റെ മക്കൾ ആരും മിസ് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ എക്സാം വിന്നറിൻ്റെ +2 ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് നമ്മുടെ നെക്സ്റ്റ് ഇയർ മുതൽ പഠിച്ചു തുടങ്ങാം. യെസ്, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. Thank you.